ഇതാണോ റെയിൽവേ സ്റ്റേഷൻ? ഇത് റെയിൽവേ സ്റ്റേഷൻ അല്ല, സിനിമാ തിയേറ്ററാണ്. നമ്മളൊരു സിനിമ കാണുന്നു, രാത്രി വീട്ടിലേക്ക് തിരിച്ചു പോകുന്നു. അപ്പൊ ബാംഗ്ലൂര്? അവനെ ഒഴിവാക്കാൻ ഇതല്ലാതെ വേറെ ഒരു വഴിയില്ലമ്മേ. ദുഷ്ട, കോട്ടയ്ക്കാട് അംശാദീരയുടെ മോനല്ലിടാവൻ. എന്നാ പിന്നെ അമ്മ അംശാദീരയോട് പോയിക്കോ. വരുന്നേ വാ, ടാക്സി വെച്ച് ചെയ്യണം കേട്ടോ. ആ വാ. നീ പോയില്ലേ? എനിക്ക് ബസ് കിട്ടിയില്ല. കോട്ടക്കാട്ടേക്ക് 9:30 വരെ ബസ് ഉണ്ടല്ലോ. സമരം? എന്ത് സമരം? ഒരു കണ്ടക്ടർ പിന്നെ ഈ ഡ്രൈവറെ തല്ലി. ഡ്രൈവറെ ഈ കണ്ടക്ടറെ തല്ലി. എന്ത് യാത്രക്കാരനെ തല്ലിനെ? നീ എന്താ പോയിരുന്നേ? എനിക്ക് റിസർവേഷൻ കിട്ടിയില്ലോ. അല്ല, നാളെ കാലത്ത് ജോയിൻ ചെയ്തില്ലെങ്കിൽ ജോലി വെള്ളത്തിലാവില്ലേ? ആ വിവരത്തിന് കമ്പി അടിച്ചിട്ടുണ്ട്. പിന്നെ ഞങ്ങള് കാലത്ത് പോവേ. എന്റെ ഭാഗ്യം മാധവനെയും അമ്മയും ലതികയൊക്കെ എനിക്ക് വീണ്ടും കാണാൻ പറ്റിയല്ലോ. ഇപ്പൊ ചിലപ്പോ സമരം തീർന്നിട്ടുണ്ടാവും. നീ വേഗം ഇനി നാളെ പോവാ. സേതു വല്ലതും കഴിച്ചോമ്മേ? കഴിച്ചില്ലമ്മേ. എന്നാ വാ, ഞാൻ വല്ലതും ഉണ്ടാക്കി തരാം. മാധവ, എന്നെ ഇവിടുന്ന് തുരത്താൻ വേണ്ടി ട്രാൻസ്ഫറിന്റെ കമ്പി നീ തന്നെ അടിച്ചതല്ലേ? അതെ. അതുപോലെ തന്നെ ബസ് സമരത്തിന്റെ കഥ നീയും സ്വയം കെട്ടിച്ചമച്ചതല്ലേ? അതെ. ഇവിടുത്തെ അസൗകര്യത്തെ പറ്റി ഞാൻ നിന്നോട്... നീ പറഞ്ഞതൊന്നും എനിക്ക് മനസ്സിലായില്ലെന്നാണോ? ഒക്കെ മനസ്സിലായി. വസ്തു വിറ്റ് കിട്ടിയ 10,000 രൂപ വിസയ്ക്ക് വേണ്ടി തൊലച്ചു. ഒരു ജോലി ഇല്ലാതെ എനിക്ക് നാട്ടിലേക്ക് പോകാൻ പറ്റില്ല. നാട്ടിൽ പോയപ്പോ കുറച്ചൊക്കെ ഞാനും അറിഞ്ഞു. കാലത്ത് നിന്നെ കണ്ടപ്പോ സത്യത്തിൽ ഞാൻ പേടിച്ചുപോയി. എന്റെ കാര്യം തന്നെ ഇവിടെ ഇങ്ങനെ തച്ചുമുട്ടി പോകുന്നേ ഉള്ളൂ. എന്തെങ്കിലും ഒരു ജോലി. എന്ത് ജോലി? എന്തെങ്കിലും. ബുദ്ധിമുട്ടാ. ആരുടെയെങ്കിലും കയ്യോ കാലോ പിടിച്ച് വല്ലതും ഒപ്പിക്കാമെന്ന് വെച്ചാൽ തന്നെ അതിനൊക്കെ കുറേ സമയം പിടിക്കും. സമയം പിടിച്ചോട്ടെ, അതുവരെ നീ എവിടെ താമസിക്കും? ഇവിടെയാ സേതു. പ്രായമായ പെങ്ങന്മാരുള്ള ആങ്ങളമാരുടെ മനസ്സിൽ എന്നും തീയ. അയ്യേ, ഞാൻ ആ ടൈപ്പൊന്നും അല്ല. നീ ഏത് ടൈപ്പായാലും അത് ശരിയാവില്ല. നീ വല്ല ലോഡ്ജിലും നോക്ക്. അതിന് കാശ് വേണ്ടേ? പിന്നെ എന്ത് ഒലക്കായിട്ടോ നീ ഇറങ്ങിയിരിക്കുന്നത്? കയ്യിലൊരു വലിയ പെട്ടി കണ്ടല്ലോ, അതിലൊന്നുമില്ലേ? അതില് കുറെ മുഷിഞ്ഞ തുണികളാ. ഞാൻ ഈ ദുബായി പോകാൻ വേണ്ടി തയ്പ്പിച്ച പാന്റ് ഷർട്ടും. ലോഡ്ജ് വാടക തൽക്കാലം ഞാൻ കൊടുക്കാം. പക്ഷെ ജോലി കിട്ടിയാൽ തിരിച്ചു തരണം പ്ലീസ്. യെസ്.